ഹലോ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായൊരു കണവത്താണ് ഇന്നുണ്ടാക്കിയല്ലോ. അതിലേക്കായി കണവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നീളത്തിനരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് കൊച്ചുള്ളിയല്ല, സവാളയാണ്. ഒരു വലിയ സവാള സ്ക്വയർ പീസുകളാക്കി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളമുണ്ട്, അതിൽ കിടന്ന് വെന്തോളും. ഇനി അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങ, വളരെ കുറച്ച് കുരുമുളക്, മുളക് പൊടിയും മല്ലിപ്പൊടിയും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ക്രഷ് ചെയ്ത് നമ്മുടെ വെന്ത് വന്ന കണവയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊരു വശത്തിരിക്കട്ടെ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ, നമ്മുടെ തേങ്ങാക്കൊത്ത്, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് സമയം കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. രുചികരമായ കണവത്തോരൻ റെഡി. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചൂട് ഗോതമ്പ് പുട്ടും കണവത്തോരനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.